പ്രവീൺ, ഇപ്പോൾ ഇന്നലെ പത്മകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്നുള്ള പോസ്റ്റായിരുന്നു. അതിനുശേഷം സമ്മർദ്ദത്തെ തുടർന്നാകണം ആ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ പ്രതികരണം പിന്നീട് വീണ്ടും ശക്തമായി നടത്തുകയായിരുന്നു. ഇന്നിപ്പോൾ അതിലപ്പുറം പ്രതികരണവുമായി പത്മകുമാർ എത്തുകയാണ്. യഥാർത്ഥത്തിൽ പത്മകുമാർ എത്രമാത്രം സജീവമായിരുന്നു പാർട്ടിയിൽ എന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ജില്ലാ നേതൃത്വം പത്മകുമാറിനെ തള്ളുകയാണ്. എന്താണ് പത്മകുമാർ ഇപ്പോൾ പാർട്ടിയിൽ, പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥിതി? സ്മൃതി, പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ CPM-ലെ പ്രമുഖ നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. മുൻ കോന്നി MLA ആണ്, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദമായത്. പക്ഷേ രാത്രി തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചു. ഇന്നിപ്പോൾ അതിന് ഒരു വിശദീകരണം പറഞ്ഞത് താൻ അങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടിയിരുന്നില്ല, അങ്ങനെ തോന്നിയതുകൊണ്ടാണ് അത് പിൻവലിച്ചതെന്നാണ്. പക്ഷേ തൻ്റെ നിലപാടിൽ അദ്ദേഹം മാറ്റം വരുത്തുന്നില്ല. അദ്ദേഹം ഇന്നും റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത് താൻ എന്താണോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒരു പക്ഷേ തനിക്കെതിരെ പാർട്ടി നടപടി വന്നേക്കാം, അത് പാർട്ടി നടപടി എടുക്കണം, അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ എന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് അദ്ദേഹം റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. അതായത് ഒരു പാർട്ടി നടപടി ഉറപ്പായും പത്മകുമാർ പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഡോക്ടർ തോമസ് ഐസക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കവേ അദ്ദേഹത്തിന് ഉറച്ച പിന്തുണ നൽകിയ ഒരു നേതാവ് കൂടിയായിരുന്നു പത്മകുമാർ. ഒരു ഘട്ടത്തിൽ ഈ ഒരു വിഷയം, അതായത് രാജു അബ്രഹാം ഒരുപക്ഷെ MP പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന ഒരു വിലയിരുത്തൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ടായിരുന്നു. അതിനെ ശക്തമായി എതിർത്ത ഒരു നേതാവ് കൂടിയായിരുന്നു പത്മകുമാർ എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പ്രചരണം ശക്തമല്ല എന്ന് വാദിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് ഒരു കയ്യാങ്കളിയും നടന്നിരുന്നു. അതിൽ ഒരു വശത്ത് പത്മകുമാറും മറുവശത്ത് PB ഹർഷകുമാറുമായിരുന്നു. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം CPM-ന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പൂർണ്ണമായും പത്മകുമാറിനെയും PB ഹർഷകുമാറിനെയും ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അതായത് അന്ന് ആ സമയത്ത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നടന്നെങ്കിൽ പോലും പത്മകുമാറിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു CPIM ജില്ലാ നേതൃത്വത്തിൻ്റേത്. പക്ഷേ ഇപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറി വന്നിരിക്കുന്നു, രാജു എബ്രഹാം തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ പുതിയ ജില്ലാ സെക്രട്ടറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിൻ്റെ പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പൂർണ്ണമായും വീണ ജോർജിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നടത്തിയത്. വീണ ജോർജ് മന്ത്രി എന്നുള്ള നിലയിൽ അവർ നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗമല്ല, ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്. സാധാരണഗതിയിൽ മന്ത്രിമാർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാറുണ്ട്. മറ്റ് മന്ത്രിമാരൊക്കെ നിലവിൽ സംസ്ഥാന സമിതി അംഗങ്ങളാണ്. വീണ ജോർജ് മാത്രമാണ് അതിന് പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരെ പ്രത്യേകം ക്ഷണിതാവായി CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചത് എന്നുള്ള കാര്യം രാജു എബ്രഹാം അടിവരയിട്ട് പറയുന്നു. മറ്റൊന്ന്, മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിൻ്റെ സേവനം എടുത്തു പറയത്തക്കതാണ്. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലും അവർ സമയം കിട്ടുമ്പോഴൊക്കെ പ്രവർത്തിക്കുന്നു എന്നൊരു വാദഗതി കൂടി രാജു എബ്രഹാം പറയുന്നുണ്ട്. അതേസമയം പത്മകുമാറിനെ പൂർണ്ണമായും തള്ളുന്നു. ഇനിയിപ്പോൾ ബുധനാഴ്ച CPIM ജില്ലാ കമ്മിറ്റി യോഗം ചേരാൻ പോവുകയാണ്. അവിടെ ഉറപ്പായും ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി പറയുന്നത്. പാർട്ടിയാണ് ഇനി തീരുമാനിക്കേണ്ടത് എന്നാണ് ഏറ്റവും ഒടുവിൽ പത്മകുമാർ പറഞ്ഞു വച്ചിരിക്കുന്നത്.